ഇത് കണ്ടിട്ടാരും എന്താ കുന്നും മലയൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് കരുതല്ലേ. നമുക്കിന്നൊരു വിന്റേജ് ജേണൽ ചെയ്താലോ? നമ്മളെപ്പോലെ ജേണലിങ്ങിന്റെ ABCD അറിയാത്തവര് ആദ്യം ജേണലിങ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ജേണലിങ്ങിനുള്ള സപ്ലീസ് ഉണ്ടാക്കണം. അതുകൊണ്ട് നമുക്കിന്ന് പ്യൂർലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ജേണൽ സപ്ലീസ് ഉണ്ടാക്കി അത് വെച്ച് ഒരു വിന്റേജ് ജേണൽ ചെയ്യാം. നമ്മൾ തൽക്കാലം ഈ ഒരു പേപ്പർ കവർ കൊണ്ട് മാത്രമാണ് വിന്റേജ് ജേണലിനുള്ള സപ്ലീസ് ഉണ്ടാക്കുന്നത്. വിന്റേജ് ജേണൽ ചെയ്യാൻ ഇതേപോലെ ഒരു പേപ്പർ കവറും കുറച്ച് ഗമ്മും മാത്രം മതി. ഇനി എൻ്റെ കയ്യിൽ സ്റ്റിക്കർ ഇല്ല, സ്റ്റിക്കർ പറിച്ചെടുക്കാനുള്ള സ്ക്യൂസർ ഇല്ല, ഇങ്ങനെയൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല. ഇതൊന്നും വേണ്ടെന്നേ. ഇതേപോലെ നമുക്ക് വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചും ജേണൽ ചെയ്യാം. ഫൈനലി നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ജേണൽ സപ്ലീസും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു ബ്ലാക്ക് ഇങ്ക് പെന്നും കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ടേ നമ്മുടെ ജേണലിങ്ങിന് വിന്റേജ് ലുക്ക് കിട്ടിയോ അതോ വേറെ ഏതെങ്കിലും ലുക്ക് കിട്ടിയോ എന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ സാധനങ്ങളെല്ലാം നമുക്ക് ജേണലിങ്ങിന് വേണ്ടി ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ മാറ്റം എന്ന്. നമ്മൾ ഇതിനു മുമ്പ് ആകെ ഒരു ജേണലിങ് മാത്രമാണ് ചെയ്തത്, ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ജേണലിങ്. ആദ്യമായിട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ അപാകതകളും അതിലുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് ഇത് സെക്കൻഡ് ടൈം ആണ്, ഇപ്രാവശ്യം ഞാൻ കലക്കും എന്നൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കലക്കിയെടുക്കാം. എനിക്ക് ജേണലിങ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു പാർട്ടാണ് ഇതായത്. നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത സപ്ലീസ് ഒക്കെ എവിടെ എങ്ങനെ ഏത് പൊസിഷനിൽ വെക്കണമെന്നുള്ളത്. ഈ സൈഡിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതോ നടുക്ക് വെക്കണോ അതോ ആറ്റത്ത് വെക്കണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷനാണ് എപ്പോഴും. കാരണം ഒട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കൊള്ളില്ല അവിടെ വെക്കാം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ഈ ഒരു കൺഫ്യൂഷൻ ജേർണലിങ്ങിന്റെ ടൈമിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതാ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വീഡിയോയിൽ കാണിക്കാത്ത മാറ്റം. ഇത് ഞാനൊരു സ്ക്വയർ പേപ്പറിലാണ് ചെയ്തെടുത്തത്. പക്ഷേ എന്തോ അതിനി ഈ ബുക്കിലോട്ട് ഇത്രയും സ്പേസ് ഇല്ലാത്തടത്ത് കുത്തിക്കയറ്റി വെച്ചാൽ നന്നാവില്ല എന്ന് എനിക്ക് തോന്നി. നേരത്തെ പറഞ്ഞ ആ കൺഫ്യൂഷൻ. സോ ഞാനത് ഈ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇന്നെന്താ ഇത്ര വാമായിട്ട് പയ്യെ സംസാരിക്കുന്നതെന്ന് വെച്ചാല് ഈ ഒരു വാം അറ്റ്മോസ്ഫിയറിൽ ഒച്ചത്തിൽ അട്ടഹസിച്ച് വിളിച്ചുപോയി സംസാരിക്കാൻ എനിക്ക് തോന്നിയില്ല. നമ്മളൊരു ജേണലിംഗ് ഒക്കെ അല്ലേ ചെയ്യുന്നത്, അതും വിന്റേജ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ജേണലിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കോട്ട്. ചെറിയൊരു മോട്ടിവേഷൻ കോട്ടാണ്. പക്ഷെ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ജേണലുമായിട്ട് ഈ ഒരു കോട്ടിന് ഒരു ബന്ധമില്ലെങ്കിലും നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യം സത്യമല്ലേ. വെറുതെ ആഗ്രഹിച്ചൊരു മൂലക്കിരിക്കാന്ന് വെച്ചാൽ ഒരു മൂലക്കിരിക്കേ ഉള്ളൂ. നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ആഗ്രഹം നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും എൻ്റെ അല്ല, ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തതാണ്. ഇത് പല മഹാന്മാരും വേറെ പല രീതിയിലും പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും നമ്മുടെ വിന്റേജ് ജേണൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വിന്റേജ് ലുക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് പറയാൻ മറക്കണ്ട. എന്തായാലും ജേണലിംഗ് ഇഷ്ടപ്പെട്ട ലൈക്കും മറക്കണ്ട. ബായ്.